അത് ഇന്ത്യയിൽ ജനിച്ച ഒരു പൗരൻ നിലയിൽ നമുക്ക് കിട്ടുന്നൊരു അവകാശമാണ്. പക്ഷേ അത് നേടിയെടുക്കാനുള്ള തത്രപ്പാട് വളരെ വലുതാണ്. ആ സാഹചര്യത്തിൽ വേണം ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ വിലയിരുത്താൻ. അപ്പോൾ അനാവശ്യ കാലതാമസം ഉണ്ടാകുകയാണ്. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നാളിനുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? കേസ് കൊടുത്തല്ലോ എന്നായിപ്പോവും. അതുപോലെ തന്നെ തൻ്റെ ജീവിതകാലത്ത് തീരുമാനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? അതും ഉണ്ടാവില്ല. പിന്നെ അഥവാ ഒരു തീരുമാനം ഉണ്ടായാലോ, ഇപ്പോൾ ഒരു രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു മുനിസിപ്പൽ കോടതിയിൽ അല്ലെങ്കിൽ സിവിൽ കോടതിയിൽ ഒരു തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജയിക്കുന്നയാൾ എതിരെ പിന്നെ പരാജയപ്പെട്ടയാൾ അപ്പീൽ കൊടുക്കും. ആ പ്രക്രിയ അങ്ങ് സുപ്രീം കോടതി വരെ പോകും. ചിലപ്പോൾ തലമുറകൾ നീണ്ടു നിൽക്കുന്ന കേസായി മാറും. അപ്പോൾ ഞങ്ങളുടെ ഈ വാഹനങ്ങളിൽ, നമ്മുടെ നീതിമേളയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിൽ, അതായത് 1985 മുതൽ 2000 വരെ ഈ കേരള ഒട്ടുക്ക് നടത്തിയ ഗ്രാമാന്തരം നടത്തിയ നീതിമേളകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോടതി വിധി മൂലം ബന്ധുക്കൾ ശത്രുക്കളാകുമ്പോൾ നീതിമേളയുടെ ശത്രുക്കൾ ബന്ധുക്കളാകുന്നു. അതായത് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം.